പൈസയ്ക്ക് ഒരുപാട് കഷ്ടപ്പാട്. നമുക്ക് എന്തെങ്കിലും വഴി നോക്കാവാ. നിന്റെ അടുത്ത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? എടുത്തുണ്ട്. എന്നാൽ നീ കാണിച്ചതാ. നീ കണ്ടോ എന്റെ ക്രെഡിറ്റ് കാർഡ്? ഇത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലേ, വാ നമുക്ക് പോയിട്ട് അതുകൊണ്ട് പൈസ എടുക്കാം. സാർ, ഇവിടെ ക്രെഡിറ്റ് കാർഡ് വെച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? നിന്റെ ക്രെഡിറ്റ് കാർഡ് തരൂ. സാർ, ഓക്കെ, ഇത് കറക്റ്റ് ക്രെഡിറ്റ് കാർഡാണ്. ഇതാ. നന്ദിയുണ്ട് സാർ. എന്താ പൈസ കിട്ടിയോ? അതെ, ഒരുപാട് പൈസ കിട്ടി. ഞാൻ എണ്ണി നോക്കട്ടെ. നീ എണ്ണിക്കോ. ഇതിൽ ഒരുപാട് പണമുണ്ട്. നമുക്ക് ഇതുകൊണ്ട് കുറെ സാധനങ്ങൾ മേടിക്കാം. ഒരുപാട് സാധനങ്ങൾ വാങ്ങാം. നമുക്ക് ഈ 2 സൈക്കിൾ പൈസ കൊടുത്ത് മേടിക്കാം. ഇതിന് രണ്ടും കൂടി എത്രയാവും ഇതിന്റെ വില? ഇതിന് രണ്ടിനും കൂടി ഒരു ഓഫറിൽ 30 യൂറോയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. 30 യൂറോക്കാണല്ലേ? അപ്പോൾ ഞാൻ പൈസ കൊണ്ടുവരാം. നീ പോയി പൈസ കൊണ്ടുവരും. ഇതാ നിങ്ങൾ പറഞ്ഞ പണം. ഇന്നാ ബാക്കി. കറക്റ്റാണ് സാർ. ഈ 2 സൈക്കിളും കൊണ്ടേക്കോളൂ. നന്ദിയുണ്ട്. ഈ 2 സൈക്കിളും 30 യൂറോക്ക് തന്നതില്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഈ 2 സൈക്കിളും സമ്പാദിച്ചില്ലേ, നമുക്ക് ഒരു തോക്കും ഒരു വണ്ടിയും വാങ്ങാം. ഇനിയും പൈസ ഉണ്ടോ ക്രെഡിറ്റ് കാർഡിൽ ബാക്കി വന്ന? നമുക്ക് ബാക്കിയുണ്ട്. നമുക്കിത് കൊണ്ട് മേടിച്ചൂടാ. എന്തുകൊണ്ട് മേടിച്ചൂടാ? ഈ തോക്കിനൊക്കെ എങ്ങനെയാണ് വില? ഇതിനൊക്കെ 200 യൂറോ ആണ്. 200 യൂറോയോ? നിങ്ങൾ അതിൽ നിന്ന് ഒരു 0 കുറക്കൂ. ഞാൻ നിനക്ക് ഇതിന് 20 യൂറോയ്ക്ക് തരാം. നീ പൈസ കൊണ്ടുപോവാ. 20 യൂറോ കൊണ്ടുവരാം. സാർ, ഇതാണ് 20 യൂറോ. ഇന്നാ നിന്റെ തോക്ക്. ഞാൻ ആരാ എന്ന് മനസ്സിലായോ? അറിയില്ല. നീ ആരാ? ക്രെഡിറ്റ് കാർഡ് എനിക്ക് തന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിച്ചത്. എൻ്റെ പൈസ എനിക്ക് തിരിച്ചു